ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് SCRT ക്ലാസ് 9ലെ ഫസ്റ്റ് ചാപ്റ്ററായ പേഴ്സ് ഓഫ് ഇക്വേഷൻസ് അഥവാ സമവാക്യ ജോഡികൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 11 ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. A fraction simplified after adding 1 to its numerator become 1 by 3. If instead 1 is added to the denominator and then simplified, it become 1 by 4. What is the fraction? ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1 by 3 കിട്ടി, 1 by 3 കിട്ടി. ഛേദത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോഴോ കിട്ടിയത് 1 by 4 ആണ്. ഏതാണ് ഭിന്നസംഖ്യ? അപ്പോൾ ഇവിടെ നമുക്ക് ആ ഫ്രാക്ഷണൽ നമ്പർ ഏതാ എന്ന് അറിയില്ല. ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ ആ ഫ്രാക്ഷണൽ നമ്പറിനെ നമ്മൾ എക്സ് ബൈ വൈ എന്നെടുക്കും. ഓക്കെ, ആ ഭിന്നസംഖ്യയെ നമ്മൾ എക്സ് ബൈ വൈ എന്നെടുക്കും. ഇനി സിംപ്ലിഫൈഡ് ആഫ്റ്റർ ആഡിങ് 1 to its numerator become 1 by 3. അംശത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1 by 3 കിട്ടി. അംശം അഥവാ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാ? താഴെയാണോ അതോ മുകളിലാണോ? മുകളിലുള്ളതിനെയാണ് നമ്മൾ ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശം എന്ന് പറയുന്നത്. അപ്പോൾ ആ എക്സിന്റെ കൂടെ 1 ആഡ് ചെയ്തിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 1 by 3 കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് ഞാൻ എഴുതി, അത് എന്തിന് ഈക്വലാണ്? 1 by 3ക്ക് ഈക്വലാണ്. ഇനി ഇതൊന്ന് ക്രോസ് ചെയ്യാം. ഈ 3 ഇങ്ങോട്ട് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. 1 ഇൻറ്റു വൈ ആവും. 3 ഇൻറ്റു എക്സ് എത്രയാ? 3x പ്ലസ് 3 ഇൻറ്റു 1 3. അപ്പോൾ 3x പ്ലസ് 3 ഈക്വൽ ടു വൈ എന്ന് കിട്ടും. അതിനെ ഒന്നും കൂടി ഞാനൊന്ന് അറേഞ്ച് ചെയ്തു. ഈ വൈനെ ഇപ്പുറത്തേക്കും നമ്പറിനെ ഇപ്പുറത്തോട്ടും കൊണ്ടുപോയി. വൈ ഇപ്പുറം വരുമ്പോൾ നെഗറ്റീവ് ആവും, പ്ലസ് 3 ഇപ്പുറം വരുമ്പോൾ -3 ആവും. അപ്പോൾ 3x മൈനസ് വൈ ഈക്വൽ ടു -3. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇതുവരെ ഓക്കെ ആയല്ലോ. ന്യൂമറേറ്ററിൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് അതിനെ ലഘൂകരിച്ചപ്പോൾ, അതിനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ 1 by 3 കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3x മൈനസ് വൈ ഈക്വൽ ടു എത്രയാണ്? -3. Then അടുത്തത്, instead 1 is added to the denominator and then simplified, it become 1 by 4. ഛേദത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ കിട്ടിയത് 1 by 4 ആണ്. ഛേദം അഥവാ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് താഴെയുള്ള നമ്പറാണ്. സോ ഈ ഛേദത്തിലേക്ക് 1 കൂട്ടണം, അഥവാ വൈൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഈ 4 ഇപ്പുറം വരുമ്പോൾ 4x ആവും. 1 ഇൻറ്റു വൈ പ്ലസ് 1 എന്ന് പറയുന്നത് y പ്ലസ് 1 തന്നെയാണ്. ഇനി ആ വൈനെ നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പോൾ 4x മൈനസ് വൈ ഈക്വൽ ടു 1. 1നെ ഞാൻ അവിടെ തന്നെ വെച്ചിരിക്കുകയാണ്, വൈ മാത്രമേ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. ഓക്കെ, എക്സ് ഇൻറ്റു 4 4x, 1 ഇൻറ്റു വൈ പ്ലസ് 1 വൈ പ്ലസ് 1 തന്നെയാണ്. വൈ ഇപ്പുറത്തോട്ട് വന്നപ്പോൾ അത് മൈനസ് വൈ ആയി. അപ്പോൾ 2 ഇക്വേഷനായി. രണ്ടിൻ്റെയും വൈൻ്റെ കൂടെയുള്ള നമ്പർ സെയിം ആണ്. അപ്പോൾ ആ ഇക്വേഷനെ ഞാൻ ഇങ്ങോട്ട് താഴത്തോട്ട് എഴുതി. രണ്ടും ഒരേ സൈനാണ് അല്ലേ? -1 ആണ്. വൈൻ്റെ കൂടെ ഇവിടെ ഉള്ളത് 1 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്. അപ്പോൾ -1 ആണ്. അപ്പോൾ ഒരേ സൈനാണ്, ഒരേ നമ്പറാണ്. അപ്പോൾ ഈ 2 സംഖ്യകൾ തമ്മിൽ, അല്ലെങ്കിൽ ഈ 2 ഇക്വേഷൻസ് തമ്മിൽ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2ൽ നിന്നും ഇക്വേഷൻ നമ്പർ 1 മൈനസ് ചെയ്യാണ്. 4x നിന്ന് 3x പോയാൽ 4x നിന്ന് 3x പോയി, ബാക്കി എത്ര x ഉണ്ട്? 1x. -1y നിന്ന് -1y പോയി, പിന്നെ y അവിടെ ഉണ്ടോ? ഇല്ല. ഇവിടെ എങ്ങനെ 4 വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1ൽ നിന്നും എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ആരെ മൈനസ് ചെയ്യണം? -3നെ മൈനസ് ചെയ്യണം. അപ്പോൾ 2 മൈനസ് അടുപ്പിച്ച് വരുമ്പോൾ അതെന്താവും? പ്ലസ് ആവും. സോ 1 + 3 എത്രയാ? 4. അപ്പോൾ എക്സ് കിട്ടിയ എത്രയാ? 4 ആണ്. ഇനി ഈ എക്സിൻ്റെ വാല്യൂ ഇക്വേഷൻ നമ്പർ 1ലോ അല്ലെങ്കിൽ ഇക്വേഷൻ നമ്പർ 2ലോ ഇട്ട് കൊടുക്കുക. ഞാൻ ഇക്വേഷൻ നമ്പർ 1 ആണ് എടുത്തിട്ടുള്ളത്. 3x മൈനസ് വൈ ഈക്വൽ ടു -3. എക്സ് 4 ആണ്. അപ്പോൾ 3 ഇൻറ്റു 4 മൈനസ് വൈ ഈക്വൽ ടു -3 ഇൻറ്റു 4 എത്രയാ? 12 ആണ്. സോ 12 പ്ലസ് ഈ -3നെ ഞാൻ ഇപ്പുറത്തോട്ടും കൊണ്ടുവന്നു, ഈ -y ഞാൻ ഇപ്പുറത്തോട്ടും കൊണ്ടുപോയി. -y ഇപ്പുറം വരുമ്പോൾ +y ആവും, -3 ഇപ്പുറം വരുമ്പോൾ +3 ആവും. ആ 12 + 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ആണ്. സോ 15 ഈക്വൽ ടു y. അപ്പോൾ എക്സ് എന്ന് പറയുന്നത്, എക്സ് എവിടെ നമ്മൾ കണ്ടെത്തിയത്? 4ഉം y എന്ന് പറയുന്നത് 15 ആണ്. സോ 4 by 15. ഓക്കെ, ഈ കണ്ടീഷൻ ഒന്ന് നോക്കിയാൽ നിങ്ങൾ 4 by 15 ന്യൂമറേറ്ററിലോട്ട് 1 കൂട്ടിയാൽ 4ക്ക് 1 കൂട്ടിയാൽ എത്രയാ? 5. അപ്പോൾ 5 by 15നെ ചെറുതാക്കുമ്പോൾ 1 by 3 കിട്ടൂലേ? 5 5 3 5 15 കണ്ടോ? ഇനി ഡിനോമിനേറ്റർക്കാണ് കൂട്ടുന്നതെങ്കിലോ 4 by 15ക്ക് 1 കൂട്ടിയാൽ 16. ചെറുതാക്കി നോക്കിയേ. 1 4s are 4, 4 4s are 14, 1 by 4. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഫോം ചെയ്യുക.
ഏതെങ്കിലും ഒരു കോഎഫിഷ്യൻറ്റിൻ്റെ കൂടെയുള്ള ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ കൂടെയുള്ള കോഎഫിഷ്യൻറ്റ് അഥവാ ഗുണകം സെയിം ആയിരിക്കണം എങ്കിൽ അതിനെ സബ്ട്രാക്ട് ചെയ്യുക. ദെൻ ഫൈൻഡ് എ ലെറ്റർ. അതിൽ ഒരു ലെറ്റർ നമുക്ക് കിട്ടും. പിന്നെ ആ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്താൽ രണ്ടാമത്തെ ലെറ്ററും കിട്ടുന്നതായിരിക്കും. ഓക്കെ.